ലിഗമെന്റ് ഇഞ്ചുറിക്ക് ശേഷം റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സർജറിക്ക് വളരെയധികം സ്ട്രെങ്ത് ഉള്ള ഒരു ഗ്രാഫ്റ്റ് ആണ് തിരഞ്ഞെടുക്കുക. സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സാധാരണ പൊട്ടിപ്പോയിരിക്കുന്ന ലിഗമെന്റിനെക്കാട്ടിലും സ്ട്രെങ്ത് കൂടുതലുള്ള ഒരു ഗ്രാഫ്റ്റ് തന്നെയായിരിക്കും ഫിക്സ് ചെയ്യുക. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജിക്കൽ ടെക്നിക്ക് വളരെയധികം സക്സസ്ഫുള്ളി ആണ് കംപ്ലീറ്റ് ആയെങ്കിൽ കൂടി ഒരു അഡീഷണൽ ലാഗ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. പലപ്പോഴും പല സർജൻസും ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാറുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണയാണ് ഈ ലാഗ് ഫോം ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിൽ സർജിക്കൽ ടെക്നിക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഏതെങ്കിലും കണ്ടീഷനിൽ ഓവറായിട്ട് സ്ട്രെയിൻ വരികയോ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുകയോ ബ്രേസ് യൂസ് ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്യാതിരിക്കുകയോ ഏർലി വെയിറ്റ് ബെയറിങ്, അതായത് നേരത്തെ തന്നെ കാല് കുത്തി നടക്കുകയോ ആവശ്യമില്ലാതെ വെയിറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എക്സസൈസ് മൂലമുണ്ടാവുന്ന ഓവർ സ്ട്രെയിൻ ഉണ്ടാവുകയോ തെന്നി വീഴുകയോ മുട്ട് തിരിയുകയോ ഒക്കെ ചെയ്താലോ ഒക്കെ ഈ ലാഗ് സാധാരണയെക്കാട്ടിലും കൂടുതലായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാഗ് എത്രത്തോളം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നോ അത്രത്തോളം റിക്കവറി ലഭിക്കും. ഇവിടെയാണ് അറിയാതെ തെറ്റായിട്ടുള്ള എക്സസൈസസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാര്യം. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ഇത് തന്നെ പറയാൻ കാര്യം പല ആളുകൾക്കും ഈ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ഫേസിൽ അറിവില്ലായ്മ കൊണ്ട് പലരും പല എക്സസൈസ് ആക്ടിവിറ്റീസും ചെയ്ത് ഈ ലാഗ് കൂട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും. അതിനുശേഷം ലാഗ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈഫ് ലോങ് ഇൻസ്റ്റെബിലിറ്റി ആയിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ് റേറ്റ് ഓഫ് ദിസ് സർജറി വിൽ ബി റെഡ്യൂസ്ഡ്. ഈ കാര്യം മനസ്സിലാക്കാതെ ഒരു കാരണവശാലും സർജറിക്ക് തയ്യാറെടുക്കാൻ പാടില്ല. സർജറിക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ റീഹാബിലിറ്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.